കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ചമ്മ നടത്തുന്ന കർത്താവിന് നന്ദി പറയാം. ദൈവം നമ്മോട് കൂടെ എല്ലാ ദിവസവുമുണ്ട്. നമ്മുടെ രക്ഷയാകുന്ന ദൈവം നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ, നമ്മളെ ഭുജത്തിൽ വഹിക്കുന്നവൻ, കുരുൾ താഴ്വരകൾ മരണത്തിൻ്റെ നിഴലുകൾ വരുമ്പോഴും മുമ്പായി നടക്കുന്നവൻ ഇന്നും നമ്മുടെ മധ്യമുണ്ട്. വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവർത്തികൾ ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആശയറ്റ വിഷയങ്ങളുടെ മേൽ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്ന ചില സബ്ജക്റ്റുകൾ ഈ പ്രഭാതത്തിൽ വിടുതലോടെ നയിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ നോക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം എതിരാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവശബ്ദം ഒരിക്കലും ഭോഷ്കിൻ്റെതല്ല. അത് പറഞ്ഞവൻ ഉവ്വ ഉവ്വ എന്ന് മാത്രം പറയുന്നവനാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവിടെ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല? മനുഷ്യർ പലരും നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പരിമിതികൾ ഒക്കെ തീരുമ്പോഴാണ് പരിധിയും പരിമിതിയുമില്ലാത്ത ദൈവം, സർവശക്തനായ ദൈവം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നത്. സഹോദരങ്ങളെ, വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ മധ്യേ വെളിപ്പെടണമെങ്കിൽ ഒരു വലിയ വിശ്വാസം നമുക്ക് ആവശ്യമുണ്ട്. എവിടൊക്കെ വിശ്വാസം കത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവപ്രവൃത്തി വന്നിട്ടുണ്ട്. കനാന്യ സ്ത്രീ പറഞ്ഞത്, നായ്ക്കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു അവകാശം ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ യേശുവിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. യേശു പറയെ, ഇവളുടെ വിശ്വാസം എത്ര വലുതാണ്, എനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല. സാഹചര്യങ്ങളും നിയമങ്ങളും എതിരായിട്ടും എൻ്റെ യേശു അവിടെ പ്രവർത്തിച്ചെങ്കിൽ, രക്തസ്രാവമുള്ള സ്ത്രീയെ നിങ്ങൾ നോക്കൂ. ഡോക്ടേഴ്സ് പറഞ്ഞിനി രക്ഷപ്പെടത്തില്ല, സമ്പാദ്യം നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, മറ്റു വർത്തമാനങ്ങൾ ക്ലേശിപ്പിക്കപ്പെട്ട, ജീവിതം മരണത്തെ ഫേസ് ടു ഫേസായി കണ്ട ആ വ്യക്തിത്വം ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നിയമങ്ങളെയും സംവിധാനങ്ങളെയും മാറ്റിക്കൊണ്ട് എൻ്റെ യേശുവിൻ്റെ പ്രവൃത്തി അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്താൻ എൻ്റെ കർത്താവിന് ഒറ്റ സെക്കൻഡ് മതിയെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൂത് ഏറ്റെടുക്കട്ടെ. സാഹചര്യം തുടക്കത്തിൽ പറഞ്ഞു, നിയമങ്ങൾ, രാജ്യങ്ങൾ, അധികാരങ്ങൾ, ഡോക്ടേഴ്സിൻ്റെ കുറിപ്പുകൾ, അധികാരങ്ങൾ നൽകിയ ചില പത്രങ്ങളൊക്കെ നിങ്ങൾക്കെതിരാവാം. പക്ഷേ സ്വർഗമൊരു വാക്ക് കൽപ്പിച്ചു, എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനവിടെ ചെയ്യാം, ഞാനവിടെ ഇറങ്ങാം, ഞാനവിടെ പ്രവർത്തിക്കാം, ഞാനതിനെ തിരുത്താം. വിരോധമായിരിക്കുന്ന സകലത്തെയും മായ്ച്ചു കളയാൻ കഴിവുള്ള യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹനത്തിൻ്റെ ശക്തി ഇന്നു പകൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുമെന്ന് എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? അവർ ഈ പകൽ ദൈവമഹത്വം കാണാൻ പോയി. ഒടുക്കത്തെ നാളിലല്ല, ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വെളിപ്പെടുത്തുന്ന പ്രത്യേക നിമിഷമത്രയെന്ന് എനിക്ക് വിളിച്ചു പറയാൻ ആത്മാവിൽ നിയോഗമുണ്ട്. ലൂക്കോസ് സുവിശേഷം 4:32 അവൻ്റെ വചനം അധികാരത്തോടെ ആകയാൽ
അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. നമുക്കറിയാം, യേശു 4-ാം അധ്യായം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചിനാൽ 40 ദിവസം പരീക്ഷിക്കപ്പെട്ട യേശു തിരിച്ച് ആത്മാവ് നിറഞ്ഞ യേശു, മരുഭൂമിയിലായിരുന്ന യേശു, പ്രതിസന്ധികളെ തരണം ചെയ്ത യേശു, സത്താനാൽ പരീക്ഷിക്കപ്പെട്ട യേശു തിരിച്ചു വന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ നിറഞ്ഞങ്ങോട്ട് പോയെങ്കിൽ പരിശുദ്ധാത്മാവ് കുറഞ്ഞിട്ടാണോ, ക്ഷീണിച്ചിട്ടാണോ, തളർന്നിട്ടാണോ, പരാജയപ്പെട്ടിട്ടാണോ യേശു മടങ്ങി വന്നല്ല? 4:14 യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വരികയാണ്. മരുഭൂമിയുടെ അനുഭവങ്ങൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ പരാജയപ്പെടില്ല, അവൻ തളരില്ല, അവൻ ക്ഷീണിക്കില്ല, ധൈര്യം ചോർന്നു പോകില്ല. അവിടെ ആത്മിക കരുത്ത് പ്രാപിച്ച് സകലത്തെയും ജയിക്കാനുള്ള വചനത്തിൻ്റെ ആഴങ്ങൾ പ്രാപിച്ച് തിരിച്ചു വരവുണ്ട് എന്ന് ഇന്ന് പകൽ എനിക്ക് വിളിച്ചു പറയാൻ നിയോഗമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമ്മളെങ്ങനെയാണ് മരുഭൂമിയുടെ അവസ്ഥ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശക്തി ചോർന്നുപോയി, നിരാശ അകത്ത് വന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ആരാധനയ്ക്ക് പോകാൻ കഴിയാതെ, ദൈവം നൽകിയ ആത്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി ഒത്തിരി മണിക്കൂറുകൾ, ദിവസങ്ങളിലെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുക. ആത്മശക്തിയുള്ളവൻ പരാജയത്തെ ജയിക്കാൻ അധികാരം പ്രാപിച്ചവനാണ്. ചിന്തയിലേക്ക് ഞാൻ വരിക. അങ്ങനെ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം യേശുവിനെ പരീശന്മാർ, ശാസ്ത്രിമാർ പള്ളിയുടെ വക്കോളം കൊണ്ടുപോയി. അവിടുത്തെ ഉപദേശം ശക്തമായിരുന്നു. അവർ കോപം നിറഞ്ഞവരായി യേശുവിനെ തലകീഴായി തള്ളിയിടാൻ നോക്കി. പക്ഷേ അതിൻ്റെ നടുവിലും യേശു ഒരു വഴിയുണ്ടാക്കി ഇപ്പുറത്ത് തിരിച്ചു വരികയായിരുന്നു. ഇനി നോക്കൂ, യേശു ഗലീലയിലെ കഫർന്നഹൂമിൽ ആത്മാവിൻ്റെ ശക്തിയോടെയാണ് വന്നത്. സ്തോത്രം. അവിടുത്തെ ഉപദേശം വളരെ ശക്തമായിരുന്നു. നമ്മുടെ കുറിവാക്യം അവൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം തളർച്ച മാറ്റുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ശക്തി നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അയച്ച കാര്യം സാധിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ അതിൻ്റെ പവറോടെ വെളിപ്പെട്ട് വരും. ഇവിടെ കണ്ടോ, അവിടുത്തെ വചനത്തിൻ്റെ ശക്തി ഈ പകൽ വെളിപ്പെട്ട് വരുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാകുന്ന പകൽക്കാലമത്രയെന്ന് വിളിച്ചു പറയാൻ എനിക്ക് ആത്മാവിൽ വീണ്ടും നിയോഗമുണ്ട്. ഇനി നോക്കൂ, നമ്മുടെ വാക്യം അവൻ്റെ വചനം അധികാരത്തോടെയാകയാൽ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, കുടുംബ ജീവിതത്തിൻ്റെ മേൽ, പ്രതിസന്ധികളുടെ മേൽ ദൈവത്തിൻ്റെ വചനം അധികാരത്തോടെ മുഴങ്ങാൻ പോകുക. അധികാരത്തോടെ മുഴങ്ങിയാൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തി വെളിപ്പെടും. അധികാരത്തോടെ മുഴങ്ങിയാൽ പരാജയങ്ങൾ വിജയമായി മാറും. അധികാരത്തോടെ വചനം മുഴങ്ങിയാൽ സൗഖ്യം പ്രാപിക്കും. അധികാരത്തോടെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വന്നാൽ പൈശാചിക സാമ്രാജ്യങ്ങൾ തകർക്കപ്പെടും. അധികാരത്തോടെ ആ വചനം നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിച്ചാൽ ആത്മാവിലേക്ക് ചെല്ലും, സദ്യകളിലേക്ക് ചെല്ലും, മജ്ജകളിലേക്ക് ചെല്ലും. ഒരു ഭയങ്കര വിടുതൽ ഇന്ന് പകൽ സംഭവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി, ആ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. എൻ്റെ മേൽ ഒന്ന് വെളിപ്പെടുത്തണമേ. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മേൽ, എൻ്റെ മിനിസ്ട്രിയുടെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മേൽ അധികാരത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. നിങ്ങൾ എവിടെ നിൽക്കുന്നോ, എവിടെ ഇരിക്കുന്നോ, ആ ശക്തിയുള്ള വചനം, അധികാരത്തിൻ്റെ വചനം, അതിവേഗമോടുന്ന വചനം, ഉരുക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം ഇന്ന് പകൽ വെളിപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ നിങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ആ ശക്തി വ്യാപരിക്കട്ടെ.
നോക്കൂ, ആ വചനത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചപ്പോൾ പള്ളിയിൽ ഒരു അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ മേൽ, അശുദ്ധാത്മാവുള്ള മനുഷ്യൻ്റെ മേൽ നിന്ന് ആ ശക്തി പുറപ്പെട്ടു പോകുകയാണ്. വചനത്തിൻ്റെ ശക്തി ചില അശുദ്ധ ആത്മാക്കളെ, ദുരാത്മമണ്ഡലങ്ങളെ, നാളുകളായി ചിലതിനെ കീഴ്പ്പെടുത്തി വെച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി, സന്തോഷവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില ശക്തമായ വെല്ലുവിളികൾ ഇന്ന് പകൽ തകർന്നു പോകുകയാണ്. വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി ഇൻ ദ നെയിം ഓഫ് ജീസസ് എൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. അധികാരമുള്ള വചനം, യേശുവിൻ്റെ നാമത്തിൽ ജനത്തിൻ്റെ മേൽ ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. അത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുക, നിങ്ങളുടെ തലമുറകൾ വെളിപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി സ്വതന്ത്രമാകാൻ കഴിയാതെ, സ്ഥിരമാകാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വചനം അധികാരത്തോടെ വെളിപ്പെട്ടു വരും. പലർക്കും വിസ്മയമാകത്തക്ക രീതിയിൽ, നിങ്ങളെ ചോദ്യം ചെയ്ത പലർക്കും വിസ്മയമാകത്തക്ക രീതിയിൽ, അതിശയമാകത്തക്ക രീതിയിൽ ആ വചനം ഇന്ന് പകൽ മുഴങ്ങുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയോടെ ആ വചനം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുന്നു. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ആ വചനം ഞങ്ങളുടെ മേൽ അധികാരത്തോടെ, അഭിഷേകത്തോടെ വെളിപ്പെടുമ്പോൾ സകല അന്ധകാര മണ്ഡലങ്ങളുടെ മേലും ഞങ്ങൾക്ക് ജയമുള്ളതിനായി സ്തോത്രം. ഒരു അഭിഷേകം ഇന്ന് പകൽ വെളിപ്പെട്ടു വരുന്നു. യേശുവിൻ്റെ നാളുകളെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ ജനത്തെ തകർത്ത് കളഞ്ഞ, നിരാശയിലേക്ക് കൊണ്ടുവന്ന സകല ദുഷ്ടശക്തിയുടെ മേലും ഇന്ന് പകൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുതലിലേക്ക് നയിക്കപ്പെട്ടെ. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, നിയോഗത്തോടെ, അധികാരത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവത്തിൻ്റെ വചനം അധികാരത്തോടെ നിങ്ങളുടെ മേൽ അതിവേഗം പുറപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്ബിജു.